ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഘോഷ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ലഭിച്ചതിൽ. അപ്പം നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട്, അതായത് നിങ്ങളുടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് തിരക്കിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ വെറുതെയാണ്. വിഷമമുണ്ടോ? വെറുതെ ഒരു തിരക്കില്ല, സന്തോഷമുള്ളൂ ഇങ്ങനെ ഇവിടെ വരാൻ പറ്റിയല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ കുറച്ച് വിശേഷങ്ങൾ അറിയാനുണ്ട്. അതായത് ഷംനയെ കുറിച്ചിട്ട് ആദ്യം ചോദിക്കാനുള്ള തലൈവി എന്ന് പറഞ്ഞ മൂവിയിൽ ശശികല ആ ഒരു പേഴ്സണാലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് കങ്കണ, അരവിന്ദ് അവരുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാടൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കങ്കണ റണൌട്ട്. അമ്മയാണ് അതിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം വിജയ് സാറിന് ഐ എം ദേർ. പക്ഷെ ഒരിക്കലും അവർക്ക് ശശികല ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ പേരാണ്. പക്ഷേ ഇറ്റ്സ് എ ബ്ലെസ്. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര്, ഇപ്പം ജയേട്ടൻ എന്നെ വിളിച്ച് ഇത് സിനിമ കണ്ടപാട് പറഞ്ഞു, ഷംന വെരി ഹാപ്പി ഫോർ യു ഷംന. അങ്ങനെ ഒരുപാട് പേര് ലൈക്ക് ഈവൻ മമ്മൂക്കി ആണെങ്കിലും മെസ്സേജ് ചെയ്തു വെരി ഹാപ്പി ടു സീ ഇൻ എ പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ഫിലിം. അതെന്നെ ഒരു വലിയ അപ്രിസിയേഷൻ ആണ്. ആൻഡ് ഞങ്ങൾ ഫാഷൻ റാമ്പിൽ വാക്ക് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ് കങ്കണ. കാരണം നമുക്ക് എപ്പോഴും ആ ഫാഷൻ എന്ന് പറഞ്ഞ സിനിമയില് പുള്ളിക്കാരി നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. ആൻഡ് ലെറ്റ് മീ സേ ഷീ ഈസ് എ ഡോൺ. ഞാൻ കണ്ട ആക്ട്രസ് ഓർ ആക്ടറിൽ പുള്ളിക്കാരിനെ പോലത്തെ ഒരു ആക്ട്രസ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പുള്ളിക്കാരിക്കുള്ള ആറ്റിറ്റ്യൂഡ് ഒരു കുഴപ്പമില്ല. കാരണം ഒന്നുമില്ലാത്ത ആൾക്കാർ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. ബട്ട് പുള്ളിക്കാരി ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മളടുത്തേക്ക് നല്ലത്. ബട്ട് ഷീ ഈസ് എ വെരി ആവശ്യത്തിന് സംസാരിക്കാൻ ഫാഷനിലെ മർജാവ സോങ് അത് തന്നെയാണ്. ആൻഡ് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കുക, അങ്ങനെയൊന്നുമില്ല. ഹൗ ആർ യു? നമ്മുടെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിയാണ്, നമ്മുടെ കൂട്ടുകാരിയാണ്. സോ അതുകൊണ്ട് കാണുമ്പോഴൊക്കെ നല്ലൊരു സംസാരമാണ്. പക്ഷെ അരുൺ സാറിന്റെ കൂടെ എനിക്ക് ആ സിനിമയിൽ കോമ്പിനേഷൻ ഇല്ല. പക്ഷേ നവരസ എന്ന് പറഞ്ഞ ഒരു വലിയൊരു OTT തമിഴ് ചെയ്തപ്പോൾ അതിൽ ഞാൻ അഗ്നി എന്ന് പറഞ്ഞ ഇതിൽ ഞാനാണ് അരവിന്ദ് സാറിന്റെ വൈഫായിട്ട് ചെയ്തത്. സത്യം പറഞ്ഞ എൻ്റെ ചൈൽഡ്ഹുഡ് ക്രഷ് ആണ്. നമ്മള് റോജയിലെ പാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ കാശ്മീർ പോകണം. എന്താ കാര്യം? ഈ റോജ സിനിമ. സോ അങ്ങനെ അപ്പം ആദ്യമായിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ ഇങ്ങനെ പോയിട്ട് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കും. എന്നെ പറയും യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. അതാണ് സീൻ. അതെടുത്തപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പൊ ഞാൻ എനിക്ക് നാണം വരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൽ അഗ്നിയായിരുന്നു കൂടുതൽ സംസാരിക്കപ്പെട്ട ഇത്. ബിക്കോസ് ടൈം ട്രാവൽ റിലേറ്റഡ് ഇവര് മരിച്ചു പോകുന്നു, വൈഫും കൊച്ചും മരിക്കും. അതായിരുന്നു ഏറ്റവും സംസാരിക്കപ്പെട്ട എപ്പിസോഡ്. സോ ഐ വാസ് പാർട്ട് ഓഫ് അഗ്നി. ആൻഡ് താങ്ക്സ് ടു കാർത്തിക് നരേൻ ഒരുപാട് നന്ദി എന്നെ അതിൽ എടുത്തതിൽ. ഇതാണ് എന്റെ ഹാപ്പി ആയിട്ട് പോകുന്നത്. ഈ അജു ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. ഹ്യൂമർ ഒക്കെ വിട്ടു, സീരിയസ് നെഗറ്റീവ് അങ്ങനെ ആയോ? ഇല്ല ഹ്യൂമർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഭാഗത്ത് ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ പ്രൊഡ്യൂസർ ഇപ്പൊ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. പ്രൊഡക്ഷനൊക്കെ ഇപ്പൊ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ടു ബി ഫ്രാങ്ക്, നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പൊ ഒരു സർവൈവൽ പീരീഡിലാണല്ലോ. വരയ്ക്കാരൊക്കെ വന്ന് കുറിപ്പൊക്കെ വന്ന ഒരു ആശ്വാസത്തിലാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ ഒരു മുഴുനീള ഹാസ്യവേഷം തന്നെയാണ്. അത് ആ സിനിമ രസമുള്ളൊരു കോമഡി ചിത്രമായിരിക്കും. വിരുദൻ എന്നാണ് പേരിട്ടേക്കുന്നത്. ഭഗത്താണ് അതിന്റെ തിരക്കഥ. ബിജുക്കുട്ടൻ ചേട്ടൻ, നോബി ചേട്ടൻ. എന്താവുന്നൊന്നും അറിയില്ല, പക്ഷെ കുറെ ചിരിക്കാനുണ്ടോ. അജുവിന്റെ വേറൊരു പ്രത്യേകത സൗണ്ട്. അതായത് നേരിൽ സംസാരിക്കുന്നത് നമ്മൾ സ്ക്രീനിൽ ഓരോ ക്യാരക്ടേഴ്സിനും അത് വേറെയാണ്. ഡബ് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത്? ഞാനതല്ല ഈ എഞ്ചിനീയറോട് ചോദിക്കുന്നത്, എന്റെ ശരിക്കുള്ള സംസാരം ഒന്നാക്കി തരുമോ? അതായത് അതിൽ വരുമ്പോ ഇച്ചിരി അതെ. അത് ഞാൻ എന്താ നിങ്ങൾ ഡബിംഗ് സ്റ്റുഡിയോയിൽ ചെയ്യുന്നത്? മൈക്കും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയല്ല. അത് മൈക്കിന്റെ കുഴപ്പമാണ്. പണി അറിയാത്തവൻ മറ്റേ ആയുധത്തെ കുറ്റം പറയുന്നത്. നമുക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഇനി എന്തെങ്കിലും പുതിയ കാര്യം കണ്ടുപിടിക്കണം. അതായത് പുറത്ത് സിനിമ എന്തൊക്കെ ഞാൻ ഇവിടുന്ന് ഘനഗാംഭീര്യത്തിൽ ചെയ്താലും സിനിമ പുറത്ത് വരുമ്പോൾ അതിൽ സൗണ്ട് ആയിരിക്കും. ഞാൻ വിചാരിച്ചത് ചിലപ്പോ ഹ്യൂമർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആക്കുന്നതായിരിക്കും. ചില സമയത്ത് വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഹൈ പിച്ച് കയറി പോകുമ്പോ, പക്ഷെ വെറുതെ സംസാരിക്കുന്ന എന്തുണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം നമ്മുടെ കാര്യമില്ലല്ലോ. പുറത്ത് വരുമ്പോ അങ്ങനെ ആവുന്നു. ഞാനതും അത് ഇപ്പൊ അതായിരിക്കും നമ്മുടെ ലക്ക്, പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ സൗണ്ടിലാണല്ലോ അവർ ചിരിക്കുന്നത്. ഒരുപാട് സൗണ്ടിനെ കുറിച്ച് കളിയാക്കാറുണ്ടായിരുന്നു ചില സുഹൃത്തുക്കൾ.
അപ്പോൾ ഇപ്പോഴും ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുമ്പം നമ്മൾ ഭക്ഷണം വിളിച്ച് പറയില്ലേ, അപ്പോൾ വിളിക്കുമ്പം ഹലോ ആ മാഡം മാഡം അപ്പോൾ പിന്നെ ഞാൻ അവിടെ തിരുത്താൻ നിൽക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മാഡം ആയതുകൊണ്ട് ഭക്ഷണം പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഗുണമാണ്. ഈ മിമിക്രിക്കാരും അതുപോലെ ഇപ്പൊ സ്പോട്ട് ഡബിംഗ് ചെയ്യുന്ന ഒരു അജുവിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ എടുക്കാൻ ആദർശ ഒരു ശരിക്കും അങ്ങനെ നമ്മളുടെ സൗണ്ട് ഇഷ്ടമായതുകൊണ്ടും യുണീക്ക് ആയതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് നമ്മൾ മാറ്റരുത്. ഞാൻ മാറ്റുന്നൊന്നുമില്ല, പക്ഷെ ഇതെന്താ ഈ ഇതിൽ കൂടെ കടന്നു ഇതൊരു പോകുമ്പോൾ പ്രക്രിയ. ഇതിപ്പോ ചിലപ്പോ നമ്മളുടെ ഈ ടെലികാസ്റ്റ് വരുമ്പോ അതേ വോയിസ് ആയിരിക്കും. ആകും. നോക്കാം, ഈ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോ എന്തായാലും സിനിമയല്ല, നിങ്ങൾ അറിയാത്തോണ്ടാ ഇവിടെ ഞാൻ ഭയങ്കര ബേസിലാ സംസാരിക്കുന്നത്. അജുവിന്റെ പേസ് കണ്ടിട്ട് ഞങ്ങൾ തല അതെ 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 ഒരു ഭയങ്കര എന്താ പറയാ ഭയങ്കര അല്ലേ? ഇങ്ങനെയൊക്കെ ഫോണിൽ വിളിച്ച് ആരെങ്കിലും നമുക്ക് ടെലികാസ്റ്റ് വരുമ്പോൾ നോക്കാം. എന്തായാലും ടെലികാസ്റ്റ് വരുമ്പോ നോക്കാം അജുവിന്റെ സൗന്ദര്യം. സൗണ്ട് അജു ചേട്ടന് ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് ആയിരുന്നു, അറിയായിരുന്നു. അറിയായിരുന്നു. അപ്പം ഫസ്റ്റ് സൗണ്ടിലാണോ ആ കുട്ടി വീണത്? എങ്ങനെയോ വീണു. എങ്ങനെയാണ് എനിക്ക് ഒരു ഡ്രസ്സ് ഡിസൈനറാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കുർത്ത ഡിസൈൻ ചെയ്തു. ഈ ആക്ടർ ആയതിനു ശേഷം കുട്ടി കുർത്ത ഡിസൈൻ ചെയ്തു. ഇനിയിപ്പോ കൊറേ പേര് കുർത്തകൾ ഡിസൈൻ ചെയ്യാൻ. കുട്ടിയുടെ അമ്മയാണ് അഗസ്റ്റീന. കുട്ടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കുട്ടിയുടെ അമ്മയാണ്. 4 കുട്ടികളുടെ അമ്മയാണ്. ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞു, അവര് പിന്നെ സമ്മതിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങള് തിയേറ്ററിൽ പോയപ്പം ചേട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇങ്ങനെയാണെന്ന് അറിയോ, ചേട്ടൻ 4 കുട്ടികളോ എന്തുണ്ടായിരുന്നു. എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ അയ്യോ എന്ത് ഏത് സിനിമയാണ് നമ്മൾ കാണാൻ പോയത്? ഏതാ എനിക്ക് മറന്നു. മധുരരാജയാണോ? മധുരരാജയാണ്. അതൊരു പ്രത്യേക രസമാണ്. അതിനു മുന്നേ അവരങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ 4 കുട്ടികളും ഇവര് 2 വളരെ റെയറായിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോകാറുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഇച്ചിരി റിസ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നമ്മൾ പോയി കണ്ടു, അവരെ കൊണ്ടുവന്ന് ഇച്ചിരി ശ്രദ്ധിച്ചാണ്. ഇപ്പൊ വേണ്ടാന്ന് തീരുമാനിച്ചു. ഓക്കെ.